ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടി നമുക്ക് ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, UDFന് ഇനി മറ്റു വഴികളില്ല, അവസാനത്തെ അടവാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളോട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആശയദാരിദ്ര്യമുണ്ട്. ഏത് സാഹചര്യത്തിൽ UDFന് വോട്ട് ചെയ്യണം, അത് നടക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടുകയാണ്. നേരത്തെ തന്നെ VD സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ 2 ദിവസം എടുത്തു. വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയുന്നു. ഇവിടെ അടുത്ത മഴവിൽ സഖ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തുടങ്ങുകയാണ്. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. എന്താണ് UDF ഉന്നയിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ മഴവിൽ സഖ്യം വളരെ കൃത്യമായി തെളിഞ്ഞു വരുന്നു. അനിൽകുമാർ, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാളി നേതാവ് സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ മത്സരിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ടാണ് BJP ആ മണ്ഡലത്തിൽ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഇസ്ലാമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, അധികാര രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല, ഇത്രയും കാലം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് മന്ത്രിസ്ഥാന മോഹം വന്നിരിക്കുന്നു. ദില്ലിയിൽ RSSുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ചർച്ചയ്ക്ക് പോയി. RSSുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് അധികാരത്തിന്റെ ഭാഗമാകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുള്ളപ്പോൾ അതിൽ 5ാമത്തെ മന്ത്രിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണം എന്നതാണ് മുസ്ലിം ലീഗുമായി ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ചർച്ചയുടെ അടിത്തറ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ UDFുമായി ഒരു അസോസിയേറ്റഡ് അംഗത്വത്തിലേക്ക് പോകത്തക്ക വിധം ഒരു രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിത്തറയൊരുക്കാനാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നുണകൾ ഇടതുപക്ഷത്തിനെതിരായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്തെമ്പാടും ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേത്. സംസ്ഥാനത്തിന്റെ പോലീസിനെയോ ഇവിടുത്തെ ഭരണ സംവിധാനത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ ഏതെങ്കിലും ഒരു മതക്കാർക്ക് അനുകൂലമായോ എതിരായോ ഒരു തരത്തിലും ദുരുപയോഗിക്കാൻ അനുവദിക്കാത്ത ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റിനെതിരായി ഒരു ആഖ്യാനം ഉണ്ടാക്കുകയാണ്. ഈ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ഇവിടുത്തെ പോലീസ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് ആഖ്യാനം ഉണ്ടാക്കാനായിട്ടാണ് മീഡിയ വൺ മാധ്യമത്തെ ഉപയോഗിച്ച്, പത്രത്തെ ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ഗുണഭോക്താവായി ഇവിടുത്തെ UDFനെ മാറ്റി തീർക്കുക. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ദുഷ്പ്രചരണത്തിനുള്ള, നുണപ്രചരണത്തിനുള്ള ഒരു ശേഷി ഇവിടെയുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തരത്തിൽ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ആശയമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും ഒരു വലതുപക്ഷ ഏകീകരണത്തിന്റെ തലം രൂപപ്പെടുത്താനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിശ്രമം, അത് UDFന് അതിന്റെ അടിത്തറ ഭദ്രമാക്കാനോ നിലനിർത്താനാവും മുസ്ലിം ലീഗിന് പഴയ മേധാവിത്വത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തോളത്ത് ചാരി ഇന്ന് കേരള രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല. ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മലപ്പുറത്തെ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും UDFനെ പിന്നോക്കം പായിച്ചു മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കും. അതുകൊണ്ട് മഴവിൽ സഖ്യമെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി മുതൽ RSS വരെയും ഇവിടുത്തെ മാധ്യമങ്ങളടക്കം നിൽക്കുന്ന ഒരു മഴവിൽ സഖ്യമാണ് പ്രവർത്തിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ കുറിച്ച് മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഞെട്ടുന്നില്ല? എന്തുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ഞടുങ്ങുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും മാധ്യമങ്ങൾ യാതൊരു തരത്തിലും ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടുത്തെ BJPക്കാർക്ക് പ്രതികരണമില്ലാത്തത്? ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യം ചേർന്നിട്ട് BJPയുടെ ഏതെങ്കിലും നേതാവ് മിണ്ടിയോ? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇവരെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാണ്. ഒരേ പ്ലാറ്റ്ഫോമിൽ വിവിധ ഭാഷകൾ സംസാരിക്കുകയാണ് വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ചെയ്യുന്നത്. അത് തുറന്നു കാട്ടപ്പെടാൻ ഈ അവസരം ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, താങ്കൾ പറഞ്ഞതുപോലെയാണ് എൻ്റെ യാഥാർത്ഥ്യം. പങ്കുകച്ചവടക്കാരാണ് ഇതിനകത്ത്, മാധ്യമങ്ങൾ കൂടി അതിൽ പെടുന്നു. കേരളത്തെ ഒരു മതനിരപേക്ഷ സമൂഹമായി നിലനിർത്തുന്നതിൽ കോൺഗ്രസിൻ്റെ പങ്ക് കൂടി വളരെ വലുതാണ്. ഇവിടെ ഒരു കേവലമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വരുമ്പോൾ ഈ ബഹുസ്വര സമൂഹത്തെ, ഈ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ബോധ്യങ്ങളെ തകർക്കാൻ
കോൺഗ്രസ് കളിക്കുന്ന അപകടകരമായ ആ രാഷ്ട്രീയം. ലീഗിൻ പല കാലഘട്ടങ്ങളിൽ എടുത്ത നിലപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പോയി RSSുമായി ചർച്ച നടത്തിയത്, ഇതെല്ലാം വായിക്കുമ്പോൾ ആ പങ്ക് കച്ചവടത്തിൽ താങ്കൾ പറഞ്ഞ പോലെ മാധ്യമങ്ങളുമുണ്ട്. ഈ സമൂഹത്തെ ഇങ്ങനെ നിലനിർത്താൻ ബാധ്യതയുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണോ എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രസക്തമല്ലേ അനിൽകുമാർ? അല്ല, കേരളത്തെ മതനിരപേക്ഷമാക്കി നിലനിർത്തുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് പറയുന്നത് ആഗ്രഹം മാത്രമാണ്. യാഥാർത്ഥ്യം എന്താണ്? ഈ കേരളത്തിനകത്ത് മുസ്ലിം ലീഗുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം മാത്രമാണോ? ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ഇത് കുട്ടി പാകിസ്ഥാനാണ് എന്ന RSSന്റെ പ്രചരണത്തെ കോൺഗ്രസ് ഏറ്റെടുത്തത് എങ്ങനെയാണ്? അതിന്റെ ഭാഗമായി കേളപ്പനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കേളപ്പനെ കൂടെ പങ്കാളിയാക്കിക്കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭണത്തിന്റെ വർഗീയ തലം നമ്മൾ മറന്നുപോയോ? അതിന്റെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും കൂടിച്ചേർന്നതാണ് കേരള രാഷ്ട്രീയം. അതിന്റെ വികാസമാണ് 1967 9 പേർ മാത്രമായ MLA-മാരുള്ള കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി. അതിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കപ്പെട്ടത് വർഗീയ രാഷ്ട്രീയമാണ്. വർഗീയമായ ഒരു മുന്നണിയും ഉണ്ടായില്ല എങ്കിൽ UDF എന്ന സംവിധാനമില്ല. അത് അധികാരത്തിൽ വരില്ല. കേരളത്തിൽ അധികാരത്തിൽ വരാൻ അതിന് ശേഷിയില്ല. കോൺഗ്രസ് പാർട്ടിക്ക് മതനിരപേക്ഷത പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിലേറാനാവില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം എപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വർഗീയ സഖ്യമാണ്. ആ വർഗീയ സഖ്യത്തെ BJPയിലേക്ക് കൂടി നീട്ടിയെന്നാണ് മാരാരുടെ പാഴായ പരീക്ഷണം എന്ന് പറയുന്ന പുസ്തകം തെളിയിക്കുന്നത്. അത് വടകര ബേപ്പൂർ മോഡലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ അടുത്ത ഘട്ടം തെളിയിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണയും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഓവർ ഡോസ് മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗിയായി UDF മാറിയിരിക്കുന്നു. ഇപ്പം ആ ഒരു ഡോസും ചെലവാകാതെ വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുതിയ ഡോസ് കൂടെ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡോസ് മരുന്നും UDFനെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് കേരളം ഇപ്പൊ തെളിയിക്കാൻ പോകുന്നത്. അനിൽകുമാർ, അതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ വർഗീയ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം, RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം, ഈ ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂടെ കൂട്ടുന്നതിലൂടെ വർഗീയ രാഷ്ട്രീയം ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ BJPയും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും എന്താണ് വ്യത്യാസം എന്ന ചോദ്യം ഉയരുന്നില്ലേ? കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയായിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അതിന് ആ ധാരയിൽപ്പെടുന്ന ചില നേതാക്കൾ കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അധികാരം ഒരു പ്രശ്നമാണ്. അധികാരമില്ലെങ്കിൽ കോൺഗ്രസിന് നിലനിൽക്കാനാവില്ല. അധികാരം നേടാൻ എന്ത് വേണം? ഇത് ഇന്ന് പുതുതായിട്ട് തുടങ്ങിയതല്ല. 1948 ഗോവിന്ദ വല്ലഭ പന്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം ഒളിച്ചു കടത്തി. അന്ന് നെഹ്റു ഒരു കത്തെഴുതിയിട്ടുണ്ട് ഗോവിന്ദ വല്ലഭ പന്തിന്. നെഹ്റു ഗോവിന്ദ വല്ലഭ പന്തിന് 1948 എഴുതിയ കത്ത് എന്താണ് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തെളിയിക്കുന്നുണ്ട്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി സഖ്യം വരെ എത്തി നിൽക്കുന്ന അതിന്റെ ധാരകൾ നോക്കിയാൽ ഈ ധാരകളിൽ അന്ന് ആരംഭിച്ച 1948 ഫൈസാബാദ് ഉപതെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച അപജയത്തിന്റെ ഏറ്റവും ആവർത്തനമാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഗതികെട്ട പരിണാമമാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി സഖ്യമായി വികസിക്കുന്നത്. ഒരു ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെയും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.